അതെ, രാവിലെ എണീക്കുമ്പോ എനിക്ക് ചായ വേണമെന്നറിയില്ലേ? എന്താ തരായിരുന്നത്? സൗകര്യം ഇല്ലാഞ്ഞിട്ട്. നിനക്ക് ചായ ഉണ്ടാക്കി തരലല്ലേ എന്റെ ജോലി. അതിനെ വേറെ ആളെ നോക്കിയാ മതി. നീ എന്ത് കണ്ടിട്ടാടി ഇങ്ങനെ തുള്ളുന്നത്? അടുത്ത് തന്നെ എന്റെ ഭാര്യ ആവാനുള്ളവളാ നീ. അന്ന് ഇതൊക്കെ നീ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനൊരവസ്ഥ എനിക്ക് വന്നാ നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാ. അല്ല, അതല്ലെങ്കിലും ഞാൻ പോവും. എന്റെ നിത്യമോളുടെ കൊലയാളിയെ പരലോകത്തേക്ക് അയക്കാനാണല്ലോ എന്റെ തീരുമാനം. അപ്പോ ഞാൻ അതങ്ങ് നീ അങ്ങ് ഉറപ്പിച്ചോ? നീ അല്ലാതെ വേറെ ആരും അത് ചെയ്യില്ലല്ലോ. തെളിവ് വല്ലതും ഉണ്ടോടി നിന്റെ കയ്യില്? വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാ പോരല്ലോ. എനിക്കിനി ഒരു തെളിവിന്റെ ആവശ്യമില്ല. എനിക്കറിയാം നീ അത് ചെയ്തത്. ആ ഒരു തിരിച്ചറിവ് മാത്രം മതി എനിക്ക്. തെളിവ് കോടതിയിൽ ഹാജരാക്കാനല്ലേ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനല്ലേ. ഈ കേസില് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഞാൻ തന്നെയാ നിയമം, ഞാൻ തന്നെയാ കോടതി. ഞാൻ ശിക്ഷ വിധിക്കും, അത് നടപ്പാക്കുകയും ചെയ്യും. അതിനൊരുങ്ങിയതായിരുന്നു ഞാൻ. അപ്പോഴാ അമ്മ. എനിക്കറിയാം അമ്മ നിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. അമ്മ എനിക്ക് ജീവനോടെ പുറത്തു കൊണ്ടുവരണം. അമ്മ തിരിച്ചെത്തിയാൽ ഉടനെ നിന്റെ വിധി ഞാൻ നടപ്പാക്കും. നാരുന്ത് പെണ്ണാ നീ. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നു? നീ കണ്ടോടാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഈ വലിയ വലിയ അസുരന്മാരെ വീഴ്ത്തിയതേ സ്ത്രീദൈവങ്ങളാ ശരത്തെ. ദുർഗ എന്ന അവതാരത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ദുർഗയാ ഞാൻ. എണ്ണി എണ്ണി നിന്നോട് കണക്ക് ചോദിക്കാൻ ഞാൻ വരുമ്പോ നീ കാരണം കൊല്ലപ്പെട്ട സകലരുടെ ആത്മാക്കളുടെ പിന്തുണയും ഫലവും എന്റെ കൂടെ ആയിരിക്കും. അത് മതി എനിക്ക്. ഒറ്റ കുത്തിന് നിന്റെ പ്രാണൻ എടുക്കാൻ. മരണം നിന്നെ പൊതിയുമ്പോ നീ കരയുന്നൊരു കരച്ചിലുണ്ട്, അത് കേൾക്കണം എനിക്ക്. മരിച്ചുപോയ സകലർക്കും ഞാൻ ആ കരച്ചിൽ ഡെഡിക്കേറ്റ് ചെയ്യും. ഒരുങ്ങിയിരുന്നോ നീ? നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. എന്നേടി അവിടെ നീ ശരത്ത് ചായ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞു. അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? ശരത്തിന് ചായ കൊടുക്കേണ്ട ബാധ്യത എനിക്കില്ലാത്തോണ്ട്. എന്താ ഞാൻ കൊടുക്കണമായിരുന്നു? കൊടുക്കണം, നിർബന്ധമായിട്ട് നീ കൊടുക്കണം. ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം ഇവനും കൂടി അവകാശപ്പെട്ടതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി സമയാസമയം എനിക്ക് ഭക്ഷണം കിട്ടിയിരിക്കണം. ഇവിടുന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷ ശരത്തിന് വേണ്ട. നടക്കാനേ പോകുന്നില്ല. മുത്തശ്ശി എന്താടി ഞാൻ പറഞ്ഞാലും നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണോ? ഇക്കാര്യത്തിൽ മുത്തശ്ശി എന്നല്ല, ദൈവം തമ്പുരാൻ തന്നെ വന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. അതെ, നിങ്ങളുടെ ഓശാരമൊന്നല്ല ഞാൻ ചോദിക്കുന്നത്, എന്റെ അവകാശം. ഞാൻ ഈ വീട്ടിലൊരു പേയിങ് ഗസ്റ്റ് ആണല്ലോ. ഒരു പേയിങ് ഗസ്റ്റിനെ മാന്യമായിട്ട് നോക്കേണ്ടത് ആ വീട്ടുകാരുടെ ചുമതലയാ. അതുകൊണ്ട് സമയത്ത് എനിക്ക് ഫുഡ് കിട്ടിയിരിക്കണം. ആ ചായ ചായെങ്കിലും ഞാൻ കുടിച്ചാൽ എന്താ കുഴപ്പം? തന്നില്ല നീ എന്ത്? ഞാൻ കുടിക്കാൻ പോ. നീ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. അഹങ്കാരം കാണിക്കുന്നു. വിവരം അറിയുന്നീ എന്ത് പണിയാടി നീ കാണിച്ചത്? ആ ചായ തരാൻ ഞാൻ പലതവണ പറഞ്ഞാണല്ലോ, അപ്പൊ കേട്ടില്ല. ചോദിച്ചു വാങ്ങിച്ചല്ലേ?
ഇതുപോലുള്ള അനുസരണക്കേട് കാണിച്ചാ ഇനി ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും. ആ, എന്താ മോളെ പ്രശ്നം? മരുമോക്ക് ഭ്രാന്ത. പെട്ടെന്ന് കൊണ്ടുപോയി ചികിത്സിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ ചങ്ങല കിടേണ്ടി വരും. പേയിങ് ഗസ്റ്റാന്നുള്ള അഹങ്കാരം കാണിക്കാച്ച ഇവൻ. ഓ അത് ശരി. അപ്പൊ ഇതാ നിന്റെ പിടിവള്ളി. എന്നാ കേട്ടോ, ഈ വീട്ടിലെ പേയിങ് ഗസ്റ്റ് പരിപാടി ഞാനങ്ങ് അവസാനിപ്പിക്കാൻ പോകും. താമസിക്കാനേ നീ വേറെ വീട് നോക്ക്. മനോഹര, അമ്മ മിണ്ടരുത്. നീ ഇവൻ ഈ വീട്ടിൽ വേണ്ട. അങ്ങനെയാണെങ്കിലേ ദേ ഇവളെയും കൂടെ അങ്ങ് പറഞ്ഞു വിട്. പ്രിയയെ ആരെ പറഞ്ഞു വിടണം ആരെ പറഞ്ഞു വിടണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മ ഇതിനകത്ത് ഇടപെടണ്ട. ഇല്ല, ഞാൻ ഈ വീട് വിട്ട് അങ്ങോട്ടും പോകത്തില്ല. ആ, എനിക്കെന്റെ നിത്യക്കുട്ടിയുടെ കൊലയാളിയെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല. നിത്യയുടെ കൊലയാളിയെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അതിനുവേണ്ടി നീ ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. ഞാൻ കെട്ടാനിരുന്ന പെണ്ണായിരുന്നു നിത്യ. എനിക്കുണ്ട് ചില കടമകള്. നിർത്തടാ. കടമകള്. ഇനി ഈ വാക്ക് നീ മിണ്ടി പോകരുത്. ഇപ്പം ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. അടിച്ചിറക്കും നിന്നെ. എന്താ മുത്തശ്ശി? മുത്തശ്ശിക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. ഞാനിവിടുന്ന് പൊയ്ക്കോട്ടെ. നീ എങ്ങോട്ട് പോകുന്നില്ല. നീ ഇവിടുന്ന് ഇറങ്ങിയ നിന്റെ കൂടെ ഞാനും വരും. നീ ഇല്ലാത്ത ഈ വീട്ടില് ഞാൻ പിന്നെ ഒരു നിമിഷം പോലും താമസിക്കത്തില്ല. എന്തൊരു മണ്ടത്തര മുത്തശ്ശി പറയുന്ന. വേണ്ടടി, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഓരോരുത്തരെയായിട്ട് ഇറക്കി വിടുക. നീ ശല്യങ്ങളെ മുഴുവൻ ഒഴിവാക്കുക. എന്നിട്ട് നിന്റെ ആ തന്ത്രം പാടു വിട്ടിയായ എന്റെ മോന് മാത്രം മനസ്സിലാവുന്നില്ല. മനോഹര, ഇപ്പൊ ശരത്ത്, നാളെ ആ സ്ഥാനത്ത് നീ ആയിരിക്കും. ഞാനില്ല അതൊന്നും കാണാൻ. പോവുക ഞാൻ ശരത്തുമോന്റെ ഒപ്പം. മതിയായി ഇവിടുത്തെ താമസം, മതിയായി. അച്ഛനൊന്ന് വന്നേ. പോന്ന പോക്ക് കണ്ടില്ല. അച്ഛാ, മുത്തശ്ശി ഇറങ്ങിപ്പോയാൽ അതെങ്ങനെയാ അച്ഛാ? അത് സമ്മതിക്കരുത്. മാത്രല്ല അമ്മ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. തൽക്കാലം അവനെ എങ്ങോട്ടും പോണ്ട, ഇവിടെ നിന്നോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല നമ്മുടെ മുൻപിൽ.